ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. എന്താണ് നടക്കുന്നത്? മലയാളികൾ ഏറ്റവും നെഞ്ചേറ്റിയ ഉപ്പും മുളകും എന്ന ഷോ, ഫ്ലവേഴ്സ് ചാനലിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായ, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഷോ. ഇന്ന് അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമെന്ന് അതിൻ്റെ തന്നെ ഫാൻസ് പറയുന്നുണ്ട്. ഒത്തിരി ഫാൻസ് ഗ്രൂപ്പുള്ള ഒരു ഷോയാണ്, ഒരു പ്രോഗ്രാമാണ് ഉപ്പും മുളകും. അതിനകത്ത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പീഡന പരാതി എന്ന് പറയാം, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്നുള്ളൊരു പേരിൽ വന്നേക്കുന്നൊരു സംഭവം. അതിനകത്ത് ഇതിന് രണ്ട് സൈഡ്, എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് വശങ്ങളിനകത്ത് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പം ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ വൈഫ് സ്നേഹ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബിജു സോപാനം, അദ്ദേഹം ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാം. ആക്ച്വലി ഇത് ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാരെ ഇച്ചിരി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഇതിനകത്ത് ഇവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പുറത്ത് അതർ സൈഡ് നമുക്ക് അവരൊന്നും പറയാത്തിടത്തോളം കാലം ആ ഒരു സൈഡിൻ്റെ കാര്യങ്ങൾ അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ആര് ശരി ആര് തെറ്റെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. നമ്മുടെ മുമ്പിൽ ഇവർ പറയുന്നതിനെക്കുറിച്ച് മാത്രം എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി. ഇതിനെപ്പറ്റി സംസാരിക്കാം, അതിന് പരിധിയുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് ചടച്ച് നോക്കിയാലോ, കൈ ഓങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. ഇത്ര സെക്കൻഡ് നോക്കിയാൽ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെൻ്റ് പറഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കൈമാറി. അവരത് അതിൻ്റെ അകത്ത് നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് മനസ്സിലായിട്ടില്ല. അതായത് ഈ ഒരു ലൈംഗിക അതിക്രമം നടത്തുകയും അതിനെ ദൃശ്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്തു. അതായത് നമ്മൾ ചില ലവേഴ്സിൻ്റെ പരിപാടികൾ ഇപ്പോൾ ഈ കാലഘട്ടം മാറി വരുന്നു. ഞാൻ പുതിയ കുട്ടികൾ കാണുകയാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാളെ പ്രണയിച്ചതിന് ശേഷം നിങ്ങൾ അവരുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സാധനം ഇപ്പം ന്യൂഡായിരിക്കും, അല്ലെങ്കിൽ പല പണികളും മറ്റും നിങ്ങൾ തോന്നിയതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ആ നാളെ പുറത്ത് വിടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണോ വിട്ടോ എന്ന് പറഞ്ഞങ്ങ് പോവുക. ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ. അങ്ങനെ അതോടുകൂടി ഇടിഞ്ഞു വീഴുന്ന മാനമൊന്നുമല്ല ഇവിടെ, മനസ്സിലായില്ലേ? അത് പണ്ട് മുതലേ പത്മരാജൻ്റെ നമ്മുടെ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, ലാലേട്ടൻ്റെയും ഷാരിയോ അവരുടെ ആ സിനിമയ്ക്കകത്ത് പറയുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ അല്ലേ, അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എല്ലാ തരത്തിലും അപമാനിക്കപ്പെട്ടൊരു സ്ത്രീ അവസാനം നീ എൻ്റെതാണെന്നുള്ള രീതിയിലേക്ക് ആ ഒരു വണ്ടിയിലേക്ക് ഏറ്റുന്ന സമയത്തും ഒരിക്കലും പറയുന്നില്ല സ്ത്രീയുടെ അവളുടെ എന്താണ് നിൻ്റെ ചാരിത്രം പോയോ മറ്റൊന്ന് മറിച്ചോ. അതൊന്നും നമുക്ക് അങ്ങനെ ഒരു സംഭവം വേണ്ട, മനുഷ്യരാണ്. ഓക്കെ, അല്ലാതെ അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇദ്ദേഹം സൂക്ഷിച്ചു വച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹം ആ വീഡിയോ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം, അതിൻ്റെ സംഭവങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം തെളിയിക്കും. അപ്പം ഇവർക്ക് ഏതാണ്ടൊരു കാര്യമുണ്ട്, ഇവരുടെ മേൽ വന്നേക്കുന്ന ഒരു ഫേക്കായിട്ടുള്ള പരാതി എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹവും അത് അഡ്രസ്സ് ചെയ്ത് പോകുന്നത്. തെളിയും എന്ന് പറയുന്നെങ്കിൽ അതിനകത്ത് എവിടെയോ ഇവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ശരി തെളിയിക്കേണ്ടത് കോടതിയിലും പറയേണ്ടത് കോടതി വിധി മൂലമാണ്. അതുവരെ നമ്മൾ ആ പരാതി കൊടുത്തിരിക്കുന്ന അവരെയോ ഇവരെയോ ന്യായീകരിച്ചും കുറ്റപ്പെടുത്തിയും പറയുന്നില്ല. അവരുടെ ഭാഗം നമുക്ക് കേട്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിലേറ്റ് ചെയ്താലും എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പോൾ അത് വരട്ടെ. അപ്പോൾ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പോൾ പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പോൾ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അത് അദ്ദേഹം എന്തൊക്കെയോ ഒരു ഇത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം ബിജു സോപാനം എന്ന് പറയുന്ന ഒരു നാടക ആർട്ട് മേഖല ആ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിന്ന ഒരാളാണ്, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം അതിൽ നിന്നും ഈ നാടകത്തിൽ നിന്നും ഇതിലേക്ക് വരികയും വളരെ പെട്ടെന്ന് തന്നെ ബാലു എന്ന് പറയുന്നൊരു കഥാപാത്രം മലയാളികളുടെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ബാലു, അതുപോലെ തന്നെ നീലു, കേശു, മുടിയൻ്റെ പേര് തന്നെയായിരുന്നു മുടിയൻ എന്നുള്ളത്. അങ്ങനെയുള്ളൊരു തരത്തിൽ ആ ഒരു മൊത്തത്തിലൊരു നമ്മുടെ മുമ്പിൽ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി, പാറക്കുട്ടി ഇല്ലേ, ആ ഒരു സംഭവം വേറെ ലെവലാണ്. അപ്പം ഇങ്ങനെ ഒരു ഫാമിലി അത് ശരിക്കും ഒരു റിയൽ ഫാമിലിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ടാണ് സാധനം പോകുന്നത്. എന്ന് വെച്ചാൽ സംസാര ശൈലികളിലൊന്നും ഒരു എഴുതി വെച്ച് സംസാരിക്കുമ്പോൾ എന്ത് ആണോ ഇതൊക്കെ ചോദിക്കുന്ന തരത്തിലേക്കുള്ള നെയ്യാറ്റിൻകരക്കാരനായിട്ടുള്ള ആ ഒരു അപ്പോൾ അതെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഷോയ്ക്കകത്ത് വളരെയധികം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന മുടിയൻ്റെ കല്യാണത്തിലടക്കം ഇദ്ദേഹവും ഈ ഒരു സീരീസിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന നീലു എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അവർ, അതോടൊപ്പം തന്നെ മറ്റു പലരും എല്ലാവരും വളരെയധികം അവിടെ എന്നുവെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ക്ലോസ് സർക്കിളിൽ നിന്ന ആൾക്കാർക്ക് അതിന് ശേഷം എന്ത് സംഭവിച്ചു?
ഇത്രയും വർഷം കൊണ്ട് സംഭവിക്കാത്തത് അതിനുശേഷം ഇത്രയും കാലത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ ഞാനും അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യമാണ്. ഇതെന്താ ഇങ്ങനെ? നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും, എന്തെങ്കിലും പകപോക്കലാണോ, എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക് എത്തുന്നതാണോ? അപ്പം പൊതുവിലൊരു ട്രെൻഡ് നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നതിന് ശേഷം അയാൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ ഈ ഒരു വിഷയത്തിൽ പറയുന്നതല്ല, ഞാൻ അല്ലാതെ പറയുക, വസ്തുതാപരമായിട്ട് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിവിൻ പോളിയുടെ അടക്കമുള്ള കേസുകൾ വന്നെന്ന് വഴിയറിയാം. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത പല ആൾക്കാരെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മീറ്റു ആരോപണം പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നു. അവസാനം അത് പൊളിയുന്നു, നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ കുറേ അധികം അലിഗേഷൻസ് കൊണ്ടുവരികയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആക്ഷേപിക്കുക, അപമാനിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ അവിടെ നടക്കുന്നു. ഇതിനകത്തുള്ള വസ്തുത കോടതിയിൽ നിന്ന് തെളിയിക്കപ്പെടേണ്ട. അദ്ദേഹം തന്നെ പറഞ്ഞു, ആ ഫോൺ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്, തെളിയിക്കട്ടെ, എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഇത്ര നാൾ മിണ്ടാതിരുന്നത് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, അത് സംസാരിക്കാനുള്ള ഇപ്പോഴാണ് അതിനുള്ളൊരു പെർമിഷനോ, അതൊക്കെ അങ്ങനെയാണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാൾ വഴികളിലൂടെ അവർ കടന്നു വരുന്ന സമയം വരെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പബ്ലിക്കിൽ നടക്കാൻ പാടില്ല. അത് കോടതി അലക്ഷ്യത്തിലേക്ക് പോകും, കേസിൻ്റെ രീതികളൊക്കെ മാറും. അതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരുന്നത്. അപ്പോൾ ഇവർ എന്തോ ഇതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന പോലെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത്. ബാക്കി കേൾക്കാം. പ്രശ്നങ്ങൾ വരുമ്പോൾ അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റും. തീർച്ചയായിട്ടും. കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ആരും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലല്ലോ, അറിയാമല്ലോ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് അറിയാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ച് കാലത്തേക്കെങ്കിലും. ഞാൻ ഇത് പറയുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി നിർത്താം. നമുക്ക് മനുഷ്യന്മാരായിട്ട് സംസാരിക്കാം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ പല തരത്തിൽ ക്രൂരമായ രീതിയിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ പുരുഷന്മാരും ഇതിനകത്ത് പെടുന്നവരാണോ? സ്ത്രീകളെ വേട്ടയാടുന്നതിൽ എല്ലാ പുരുഷന്മാരും വരുമോ? ഇല്ല. വളരെ ഒരു മൈനോറിറ്റി തന്നെ പറയാം, ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മൈനോറിറ്റീസാണ് ഈ പറയുന്ന തെണ്ടിത്തരങ്ങൾ സ്ത്രീകളോട് കാണിക്കുന്നത്. അത് കാരണം പുരുഷ സമൂഹം മൊത്തം അത് കാരണം ഇനിയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മൊത്തത്തിൽ പറയും, ജനറലൈസ് ചെയ്ത് പറയും. ഈ പുരുഷൻ്റെ മേൽ ഒരു സ്ത്രീ കൊണ്ടൊരു കംപ്ലയിൻറ്റ്, അതും പ്രത്യേകിച്ച് ഈ ലൈംഗിക അതിക്രമം പോലുള്ളൊരു സാധനം തൊട്ടടുത്ത വീട്ടിൽ വാക്ക് തർക്കവും വഴിത്തർക്കവും വസ്തു തർക്കവും ഉണ്ടാകുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന കേസ്, ഇയാൾക്കെതിരെ കൊടുക്കുന്ന കേസ് ഇതായിരിക്കും. എന്തോന്ന്? ലൈംഗിക അതിക്രമണം. ആ വീട്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അത് പിന്നെ വരുന്നത് ആ സ്ത്രീ കൊടുത്ത പരാതിന്മേൽ പെട്ടെന്ന് അറസ്റ്റ് നടക്കും. ഇത് വിഷയം വേറെ രീതിയിലേക്ക് പോകുമ്പോൾ ഇയാളെ സമൂഹം മൊത്തം പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒരിടത്തും നിർത്താതെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യുക, ജീവിതം അവസാനിപ്പിക്കുക. കാരണം ഈ പരിഹാസവർഷം കേട്ട് എങ്ങനെ ജീവിക്കും? അതല്ലെങ്കിൽ ഇതിനെ നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. അതിനെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയുള്ള മാനസിക ധൈര്യമുള്ളവർ സത്യം പറഞ്ഞ് ചുരുക്കുക. എത്രയോ ആൾക്കാർ അങ്ങനെ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൻ്റെ അപമാന വർഷം ഏറ്റുവാങ്ങിയിട്ട് തെറ്റൊന്നും ചെയ്യാതെ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് നശിക്കപ്പെട്ട ജന്മങ്ങൾ എത്രയോ ഉണ്ട് നമുക്ക് ചുറ്റും. അതുകൊണ്ട് ഈ ഒരു വിഷയം ഒരു പുരുഷൻ്റെ മേൽ വരുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് കോടതിയിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തെളിയിക്കപ്പെടുന്നത്. അത് അയാളുടെ മേൽ ആരോപിച്ചത് വെറും തെറ്റായിരുന്നു, അത് വെറും മനഃപൂർവ്വമായിട്ടുള്ളൊരു കാര്യം, എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണെന്ന് തെളിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അതുവരെ ആ വ്യക്തി സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റുവാങ്ങുന്ന ക്രൂരത, അപമാനം, ഒറ്റപ്പെടൽ, ഇതൊന്നും ആർക്കും പറഞ്ഞാൽ പറ്റത്തില്ല. സ്വന്തം വീട്ടുകാർ പോലും ചിലപ്പോൾ കൂടെ നിൽക്കണമെന്നില്ല. തൊഴിലിടത്തിൽ നിന്ന് പുറത്താക്കപ്പെടും, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടും. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചത്. ആ ഒരു കണ്ടീഷനിൽ സത്യം പറഞ്ഞാൽ അതാണ് പലരും അത് ഫേസ് ചെയ്യാൻ കഴിവില്ലാതെ ചെന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത്. അവർക്ക് തന്നെ അറിയാം, എല്ലാ കാലത്തേക്കും പെടില്ല. കാരണം എൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം. അപ്പോൾ അവരെ കൊടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാണ് കേട്ടോ. കൊടുത്ത ആളുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് തരത്തിലുള്ള ലൈംഗിക അതിക്രമമാണ് കാണിച്ചിട്ടുള്ളത്. മേ ബി ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടാവാം, അത് തെളിയേണ്ടതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒരു ഭാഗത്തിനെയും ന്യായീകരിച്ചോ കുറ്റപ്പെടുത്തിയോ പറയുന്നില്ല. ഒരു മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരാണ്. നമ്മൾ കേൾക്കുന്നത് ആ വശങ്ങൾ ഈ വശങ്ങളെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയാം, നമ്മൾ ആരും ആളല്ല. പക്ഷേ എങ്കിലും പറയാം, വാക്കുകളിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു സത്യം ഒളിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലേ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് സംസാരിക്കാൻ പറ്റുക. അല്ലാതെ ഒരിക്കലും വന്നിരുന്ന കള്ളത്തരം എല്ലാവർക്കും വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ചിലതൊക്കെ പറ്റും. പക്ഷേ ആ ഒരു ബോഡി ലാംഗ്വേജിനകത്ത് പറയുന്നത് എൻ്റെ കരിയർ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്ന് അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെ മനസാക്ഷിയോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം, കാത്തിരിക്കാം. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല, ഇല്ല ഞാൻ മറുപടി കൂട്ടി വിളിച്ച് പറയാം, അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ആരും വിശ്വസിക്കത്തില്ല. ഒരാൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു ആരോപണ വിധേയരായിട്ടുള്ള ഒരാൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കും? ആദ്യം അയാൾ അത് അങ്ങനെയാണ്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളത് വിശ്വസിക്കത്തില്ല.
പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന അയാൾ നിരന്തരം അയാൾ വെള്ളം പൂശി കഴിഞ്ഞാൽ സത്യം അയാളുടെ ഭാഗത്താണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കത്തില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജുഡീഷ്യറിയെയാണ്, കോടതികളെയാണ്, കോടതിയിൽ നിന്ന് സത്യം പുറത്തേക്ക് വരണം, അപ്പോൾ നമ്മൾ വിശ്വസിക്കും. ബട്ട് ഇദ്ദേഹം ഇത്രയും ഡീപ്പ് സൈലൻസിന് ശേഷം ഇപ്പോൾ ഒന്ന് ഈ ഒരു കാര്യം പറയുന്നു, നിങ്ങളോട് ഞാൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് സത്യം പുറത്തു വരട്ടെ, അതിനുവേണ്ടി അയാളും വെയിറ്റ് ചെയ്യും, നമ്മളും വെയിറ്റ് ചെയ്യുന്നു അല്ലേ. Try this latest Ghibli photo trend, better than GPT. വിശ്വസിക്കും. എപ്പോഴെന്ന് അറിയാമോ, ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റാக തെളിഞ്ഞിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതെ, ഇവിടെ ഉള്ള പ്രശ്നം എന്താണ്, ബിജു സോപാനം എന്നൊരു വ്യക്തി നേരത്തെ പറഞ്ഞ ബാലു എന്ന ഒരു കഥാപാത്രം ചെയ്ത് പ്രേക്ഷകർ മനസ്സിലും പിടിച്ചാണ്. നിങ്ങൾ ആ സെറ്റിൽ അത്രയും സൗഹൃദമായിട്ട് മുന്നോട്ട് പോയ ആളുകൾ അല്ലേ. ഇപ്പം നേരത്തെ ഉണ്ണികൃഷ്ണൻ ഇതിനു മുമ്പ് ഉണ്ണികൃഷ്ണമായിട്ട് വിഷയം ഉണ്ടായി, ഈ പരാതി നൽകിയ ശ്രീയുമായിട്ട് വിഷയം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ വാർത്ത ചെയ്തൊരു വ്യക്തിയാണ് അല്ലേ. അതിനുശേഷം വീണ്ടും ഞാൻ സാറുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല, അന്ന് വിഷയം ഉണ്ടായപ്പോൾ ഞാൻ ഗുരുനാഥനാണ് എല്ലാ വിഷയം ഉണ്ടായിരുന്നു. അന്ന് അത് എന്നെ ഉണ്ണികൃഷ്ണൻ മാറ്റിയത്, വീണ്ടും ഉണ്ണികൃഷ്ണൻ വരുന്നു. ഇതിനകത്ത് രണ്ട് റൂട്ടാണ്. ഉണ്ണികൃഷ്ണൻ വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അറിവിൽ ബിജു സോപാനം ഗുരുവെ പോലെ കാണുന്ന ഉണ്ണികൃഷ്ണൻ അല്ലേ. ഉണ്ണികൃഷ്ണൻ ബിജു സോപാനം കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ പരാതിക്കാരിക്കെതിരെ ഒരു നീക്കം നടത്തിയെന്നൊരു ആരോപണം വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ആരോപണം വരുന്നു. അങ്ങനെ നീക്കം നടത്തിയപ്പോഴാണ് ഒരു ആരോപണം വന്നപ്പോഴാണ് ലൈംഗിക അതിക്രമമായി മാറുകയും പിന്നീട് കേസിൽ പോവുകയും അങ്ങനെ ഞാൻ വാർത്ത വായിച്ചു. അപ്പോൾ ലൈംഗിക അതിക്രമ കേസുമായി മുന്നോട്ട് പോയി. ഇവിടെ ഉള്ള വിഷയം രണ്ട് പേർക്കെതിരെയാണ് അല്ലേ. രണ്ട് പേർക്ക് നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ശ്രീമാറുണ്ട്. അവൻ സെറ്റിൽ വാതറന്ന് സംസാരിക്കും, സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമേ വാതറക്കൂ. രണ്ട് പേർക്കെതിരെയാണ്. ആലോചിക്കുക, ആ സ്നേഹ പറയുന്നത് ഒരു കാര്യം സത്യമാണെന്ന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്ക്രിപ്റ്റ് പഠിക്കാൻ നേരത്ത് വാതുറക്കുന്ന, അതെപ്പോഴും മാത്രം വാതുറക്കുന്ന ഒരാളാണ് നമ്മുടെ ലോലൻ അല്ലേ, നമ്മുടെ ശ്രീകുമാർ എന്ന് പറയുന്നു. അപ്പം ആ ശ്രീകുമാർ പല ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സമയത്ത് അയാളുടെ തെറ്റുകാരനായതുകൊണ്ടാണ് അയാൾ നിശബ്ദനായിരിക്കുന്നത് എന്ന് പലരും ആക്ഷേപിച്ചപ്പോഴും ആ സ്നേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന ആളാണ്, അദ്ദേഹം സംസാരിക്കുന്ന ആളല്ല, അദ്ദേഹത്തിന് വലിയ സംസാരപ്രിയനല്ല. അപ്പം ആ സെറ്റിനകത്തും അയാളുടെ റിയൽ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, ഞാനൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി എന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, കേട്ടോണ്ട് നിൽക്കുന്നവരാണ് തലവേദന എടുക്കും. എന്നാൽ പോലും എനിക്ക് എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതോ സംസാരിക്കുന്ന നല്ല ആംബിയൻസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് സൗഹൃദം കണക്റ്റ് ആവുന്ന ആൾക്കാരോടാണ് അത് ഓർക്കണം. എന്നാൽ നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറ്റാത്തൊരു ഏരിയയൊക്കെ ആണെങ്കിൽ ഇനി അവൻ വായിക്കാത്തിട്ട് കുത്തിയാൽ പോലും ഒരു വാക്ക് പുറത്തേക്ക് വരത്തില്ല. സോ അതങ്ങനെയാണല്ലോ. ഇത് അദ്ദേഹം ആ ശ്രീകുമാറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പോകുന്നത് നന്നായി, കാരണം അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അതിനകത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്, ഒരു വരം കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ്, അത് ആർജവത്തോടുകൂടി പറഞ്ഞിട്ടാണ്. അപ്പം ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത്. ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. ഒരു ഭാര്യ ഒരു തെറ്റാ വിളിക്കുക, ഭർത്താവും കൂടെ ഭർത്താവ് തെറ്റാ വിളിക്കുക, ഭാര്യ കൂടെ പിന്നെ ആ ഒരു റൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും അല്ലാത്തവരായിരിക്കും അവർ കൂടെ. അങ്ങനെയൊക്കെ വരും. അതെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് ഏറ്റവും കൊടിയ വൃത്തികേട് കാണിച്ചു, തെറ്റ് കാണിച്ചു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? നെവർ. എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ ആരും ബ്ലൈൻഡായിട്ടൊന്നും സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകൻ MDMA കേസിൽ പിടിക്കപ്പെട്ട സമയത്ത് അവനെ തള്ളിപ്പറഞ്ഞ അച്ഛൻ, അതുപോലെ തന്നെ മകൻ ഇതുപോലുള്ള ഈ ലഹരി പദാർത്ഥം യൂസ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് മകനെ പോലീസിന് പിടിച്ചു കൊടുത്ത അമ്മ, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. തെറ്റ് ചെയ്തോ? തെറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ വിചാരം പറഞ്ഞ പോലെ ഞാൻ വൈകിയത് കാരണങ്ങൾ വ്യക്തമായി. നിങ്ങൾ തമ്മിൽ ഈഗോ വിഷയങ്ങൾ, ഈ വീണ്ടും ഇത് തുടങ്ങുമ്പോൾ ഈഗോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റില്ല. ഈ വിഷയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ദ റീസൺ ഇതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം, പലയിടത്തും ഞാൻ വായിച്ചതും കമൻറ്റ് ബോക്സുകളിൽ കണ്ടതും എല്ലാത്തിൻ്റെ അകത്തും സംഭവം, ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. അത് ഈഗോ, തമ്മിലുള്ള വ്യക്തിപരമായ ഈർഷ്യ, ഈഗോ ക്ലാഷസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഈഗോ അത് പിന്നീട് പകയായോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്കത് അറിയത്തില്ല കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോഴും നമുക്കറിയാത്ത കാര്യമാണ്. ബട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈഗോ ആണോ എന്ന് ഹൈദരലി ചോദിക്കുന്നു, അദ്ദേഹം സമ്മതിക്കുന്നു, ഞങ്ങൾക്കിടയിൽ ഈഗോ ഉണ്ടായി. കാരണം അയാൾ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഒരു സൈഡ് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പറയുന്നു അയാൾ എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരാൾ ബഹുമാനക്കുറച്ചല്ല കേട്ടോ. അയാൾ എന്നുള്ള എൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജിൻ്റെ ഒരു സംഭവം, ഞാൻ ബഹുമാനത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അയാൾ ആൾ എന്നാണ് ഉദ്ദേശം. നെഗറ്റീവായിട്ടൊന്നും ആരും ചിന്തിക്കരുത്. ചിലപ്പോൾ തോന്നിപ്പോയി എന്ത് അയാൾ എന്ന് പറയുന്നത്, അങ്ങനെയാണ് അയാൾ. ഞാനത് ബഹുമാന സ്വരത്തിലാണ് സംസാരിക്കുന്നത്, ദയവായി ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഈഗോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബന്ധങ്ങളും ശിഥിലമാവാനും പിന്നെ പക ഉണ്ടാവാൻ അധിക സമയം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. നിങ്ങളുടെയും ചിലപ്പോൾ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ ആയിരിക്കും തലത്തിൽ. പക്ഷേ അത് ഇമാതിരി ഒരു രീതിയിൽ അവിടെ ചെറിയൊരു ഫോക്കസ് ഉണ്ട്, ചെറിയതായിട്ട്. അപ്പോൾ അത് പലരുടെയും പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളതാണ് ഇവനകത്താക്കും. ഞാൻ പലരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് നമ്മളൊരിക്കലും കലാകാരന്മാരല്ലേ, അങ്ങനെ ക്രൂരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. പല സമയങ്ങളിൽ ഇതിനകത്തൊരു ഫോക്കസ് ഉണ്ട്. അതിനകത്ത് സ്വാഭാവികമായിട്ട് തൊഴിലിടത്തിൽ ഫോക്കസ് ഉണ്ടാവും. അത് നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു ചെറിയൊരു എന്തിന്
ഇപ്പം നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്നു, തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ പോലും അവിടെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുന്ന ആൾക്കാർ നിൽക്കും. സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കോക്കസുകൾ അഥവാ ഗ്യാങ്ങുകളായിട്ട് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്ന നമ്മൾ കാണാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പരിസരത്ത് തന്നെ ഒരു 10 വീടുണ്ടെങ്കിൽ 10 വീട്ടിൽ 3 വീട് നല്ല അടുപ്പ്, 3 വീട്ടുകാർ എപ്പോഴും പുറത്തുമായിരിക്കും, അല്ലെങ്കിൽ മറ്റങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പ്രശ്നങ്ങൾ. അതുപോലെ തന്നെയാണ് തൊഴിലിടങ്ങളിൽ. ഈ ഒരു കോക്കസ് ഉണ്ട്, ആ ഒരു കോക്കസിന് അദ്ദേഹം നിന്നെ അകത്താക്കും എന്നുള്ള രീതിയിൽ അതിനകത്ത് തന്നെ ഒരു പ്ലാനിങ് നടന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം, ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ഇതിൻ്റെ പുറകിൽ ബിഹൈൻഡ് ദ സീൻ ഉണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് അദ്ദേഹം പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് ഉള്ള എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറയുന്ന പോലെ ഇത് നമുക്ക് തുറന്ന് പറയണമെങ്കിൽ കഴിയട്ടെ എന്നെനിക്ക് പറയാൻ പറ്റും. അല്ല, നമ്മൾ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല. ഇപ്പം പറയില്ല, ഒരു കൊലപാതകം ചെയ്യുന്നത് ചിലപ്പോൾ ആ സമയത്ത് ഒരു ഇതായിരിക്കാം, അല്ലേ? പറയില്ലേ, ആ ഒരു സമയം കൊണ്ട് ചെയ്തു പോയതാണ് എന്ന് പറയാം. ഇതുപോലെ ആക്ച്വലി അവരെ കുറ്റപ്പെടുത്താൻ തയ്യാറേ അല്ല. അയാൾ അതിനകത്ത് സംസാരിക്കുന്നതിനകത്ത് ചിലപ്പോൾ അറിയാതെ ചെയ്തു പോയത് ആയേക്കാം, അത് തൽക്കാലം അതങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി അത് പോട്ടെ എന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ് പിരികേറ്റി വിട്ട് ചെയ്തതായിരിക്കാം എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി സംസാരിച്ച് പോകുന്നത്. അവിടെ എവിടെയോ പുള്ളിയുടെ ഉള്ളിൻ്റെ അകത്തുണ്ടായ സ്നേഹം പുള്ളി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല, അതങ്ങ് കളഞ്ഞിട്ടുമില്ല. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരേ സമയത്ത് സങ്കടവും ഒരു വിഷമവും ഒക്കെ തോന്നുന്ന കാര്യം. എന്താ പറയുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കാൻ ആർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്നൊരു വ്യക്തിക്ക് പറ്റും. അതായത് നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ, നിങ്ങൾ ഇന്ന് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് പുറത്ത് ഉള്ളവർക്ക് വന്ന് തെറി പറഞ്ഞാലോ അടി ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവും. നെവർ. ബട്ട് നിങ്ങൾക്ക് ഏറ്റവും വേദന ഉണ്ടാവും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ, വളരെയധികം നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ, ആണ് പെണ്ണോ, നിങ്ങളെ ഒരു ചെറിയൊരു വാക്കുകൊണ്ട് പോലും ചെറുതായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചാൽ ആ വേദന ചിലപ്പോൾ ഒരു കടലിൻ്റെ ആഴങ്ങളുടെ അഗാധതയിലേക്ക് പോകുന്നത് പോലത്തെ ഒരു വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ചിലപ്പോൾ താങ്ങാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ കഴിയുള്ളൂ. നമ്മളെ പുറത്തുള്ള ഒരു വ്യക്തിക്ക് നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേദനിപ്പിക്കാൻ കഴിയത്തില്ല. നെവർ. അവരതിൻ്റെ ഒരു പാളിയിൽ ഒരു ചെറിയൊരു ഭാഗത്ത് പോലും ഒരു സ്ക്രാച്ച് വരുത്താൻ അവർക്ക് പറ്റത്തില്ല പുറത്തുള്ളവർക്ക്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ അകത്തുള്ളവർക്ക് ആ ഉള്ളിനകത്തായതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. അവിടെ നിന്ന് ചിലപ്പോൾ കടലോളം കണ്ണുനീരായിരിക്കും പിന്നെ പുറത്തേക്ക് വരിക. അതങ്ങനെയാണ്. കള്ളക്കേസ് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കാം, അങ്ങനെയൊക്കെ വരില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഊഹമാണ്. ഇതും നമുക്ക് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ അട്ടമേറ്റ് നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ എന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറയാം ഇല്ല, എന്നോട് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബക്കാരോടും മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് പ്രേക്ഷകരെടുത്തോ അല്ലെങ്കിൽ ആരുടെ എന്നെ വിശ്വസിച്ച് ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവരോട് അംഗീകരിക്കത്തില്ല. അതിനുള്ള ഉത്തമ ബോധ്യമുള്ളതാണ് ഞാൻ. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു കാര്യം പറയാം. വളരെ വ്യക്തിപരമായി അറിയുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഒരു മേഖലയായിട്ടും ഇതിനകത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ, ഞാനുടെ പേരുകളൊന്നും പറയുന്നില്ല, ഉണ്ട്. അപ്പോൾ സംസാരിച്ചതിൽ നിന്നും എൻ്റെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ വ്യക്തി അഥവാ ബിജു സോപാനം എന്നുള്ളൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഭാഗത്ത് അയാൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്താണ് എന്നുള്ള കാര്യം അത് ഇദ്ദേഹവും പറയുന്നില്ല, നമുക്കും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു ചില കോക്കസിനെ കുറിച്ച്, അദ്ദേഹം പറഞ്ഞു പോകുന്നു ചില ഗൂഢാലോചനകളെക്കുറിച്ച്, അദ്ദേഹം പറഞ്ഞു പോകുന്നു ഇയാളെ അകത്താക്കും, ഇയാളുടെ ലൈഫ് അല്ലെങ്കിൽ ഇയാളുടെ കരിയറിനെ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അദ്ദേഹം ഇപ്പോൾ പറയുന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ പെടുത്തിയതുപോലത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. നമുക്ക് ആധികാരികമായിട്ട് ഇത് തന്നെയാണ്, ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞാണ് ശരി, ഇദ്ദേഹം പറയുന്നതാണ് ശരി, അദ്ദേഹം പോലും പറയുന്നില്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കേണ്ട, കോടതിയിൽ തെളിയട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കേട്ടെടുത്തോളം ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരികളുണ്ട് എന്നുള്ളതാണ്. എവിടെയോ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ മനഃപൂർവ്വമായിട്ട് തകർക്കാനൊക്കെ ഉള്ള എവിടെയോ ചില ഗൂഢാലോചനകൾ പെട്ടു എന്നുള്ള രീതിയിലേക്കാണ്. അത് തെളിയട്ടെ. തെളിയുമ്പോൾ നമുക്ക് ഞാൻ എന്നോട് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളോട് പറയാം. വരട്ടെ. ഈ പറയുന്ന മൊബൈൽ പിടിച്ച് വെച്ചാൽ അറിയാൻ എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അവർ പറയുന്ന പോലെ ഈ മീഡിയ എന്നെ വളർത്തിയത് മീഡിയ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം അത്രത്തോളം വലിയ ചേട്ടാന്ന് വിളിച്ചാൽ എവിടെ പോയാലും സിനിമയുടെ പ്രൊമോഷനായാലും എവിടെയായിരുന്നു. അപ്പോൾ അവർക്കും ഒരു ഇതാണ് എന്തുകൊണ്ട് ചേട്ടാ എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇതിനൊരു വരുമല്ലോ അല്ലേ, ഇതിലെന്നില്ലേ? ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് നിവിൻ പോളിനാണ്. അതാണ് കേസിൽ നിവിൻ പോളിനാണ് എല്ലാവരും. നിവിൻ പോളി അന്ന് നിവിൻ പോളിന് ആരോപണം വരുന്നു, വൈകുന്നേരം 7 മണിക്ക് വാർത്താസമ്മേളനം നടത്തുകയാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയാണ് ആളുകളുടെ അടുത്ത് വന്നത്. പക്ഷേ അദ്ദേഹം ആ സർവ്വ ഇല്ല, ഇതല്ല ഒരേ ഏരിയയിൽ എന്നുള്ളതാണ് കേസ്. പിന്നെ ഒരുമിച്ചുണ്ട് ലൊക്കേഷനുണ്ട്. അതാണ് പിന്നെ അതിരിക്കും. എനിക്കത് അറിയില്ല സത്യം. എഫ്ഐആറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇതുകൂടി. അപ്പം എന്നെ നിയമത്തിലുള്ള ആൾക്കാർ പറഞ്ഞാൽ നിനക്ക് എഫ്ഐആർ ഉണ്ട്, അറസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിന് അന്ന് കുറച്ച് കോടതി ഒഴിവാക്കായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയി, കാരണം അറിയില്ല. എനിക്കിത് കേട്ടിട്ട് എന്താ പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെയാണോ സംഭവം ഇതൊക്കെ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ അദ്ദേഹം അനുഭവിച്ച, കാരണം എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിവിൻ പോളി വന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു സർക്കിളിനകത്ത് തന്നെ ഉള്ള ആൾക്കാരുടെ കാര്യം വരുന്ന സമയത്ത് ചിലപ്പോൾ അത് പണിയാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി എന്തായിരുന്നാലും പോട്ടെ.
ഇനി കമൻറ്റ് ബോക്സ്, നീലുവിനെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരാൻ സമയമായി, ചക്കപ്പഴത്തിലെ ആളെ മാറ്റിയ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളൂ എന്നൊക്കെ പറയുന്നു. എന്നും ബിജു സോപാനത്തിൻ്റെ കൂടെ വെറും സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലാണ് ഈ കേസെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം തെളിയട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ കാലം അത് തെളിയിക്കട്ടെ. അതാണ് സത്യം പുറത്തു വന്നാൽ നിങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ തിരിച്ചു പരാതി കൊടുക്കണം. അത് നിയമപരമായി കൊടുത്ത് മാതൃകാപരമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ മേൽ എന്തെങ്കിലും വൈരാഗ്യം വെച്ച് പുലർത്തി അയാളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും മാനസികമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരായിട്ടുള്ള ആരാണെങ്കിലും അത് നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതുപോലെ തന്നെ തിരിച്ചും ഇദ്ദേഹമോ ഈ പറഞ്ഞ ശ്രീകുമാറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്തെങ്കിലും ആ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നത് അതും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. മുടിയൻ്റെ കല്യാണത്തിന് അതുപോലെ മറ്റൊരു ഫംഗ്ഷൻ വീഡിയോ കണ്ടപ്പോൾ സാധാരണ നടന്മാരെക്കാട്ടിലും കൂടുതൽ അടുപ്പവും സ്നേഹവും കെയറിങ് നിങ്ങൾ രണ്ടാളിലും കണ്ടിരുന്നു. ബിജുവിൻ്റെ ഭാര്യയ്ക്ക് ഇതിൽ പരാതിയില്ലേ എന്ന് പോലും തോന്നിയിരുന്നു. അധികമായാൽ അമൃതം വിഷം, ഓവർ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുത്, അതുപോലെ കാണിക്കുകയും അരുത്, എന്നാൽ ആ ബന്ധം എന്നും നിലനിൽക്കും എന്ന് പറയുന്നു. ഒരു പരിധി വരെ അത് സത്യമാണ്. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, സീരിയൽ വർഷങ്ങളായി ഭാര്യ ഭർത്താവായി അഭിനയിച്ച് റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊന്നും പൊതുസമൂഹത്തിന് അറിയില്ല. പക്ഷേ ഈ ഫീൽഡിലുള്ളവർക്കറിയാം. ഇതൊക്കെ അറിഞ്ഞാൽ പല മാന്യരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും. ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നല്ല. പിന്നീട് എന്തോ ഉരസൽ തമ്മിലുണ്ടായപ്പോൾ സ്ത്രീകളുടെ 18ാം അടവ് പീഡന പരാതി കൊടുത്തു. പ്രേമനിരാശ സ്റ്റോറികളും പോസ്റ്റുകളും പരാതിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സമയത്ത് വരികയും ചെയ്തു. ഒരാൾ മറ്റേയാളെ തേച്ചു, അതിന് പ്രതികാരം പീഡന പരാതി. വാശിക്ക് വയസ്സായ പരാതിക്കാരി സ്ത്രീ പുതിയ കല്യാണം കഴിക്കുന്നു എന്നും പ്രഖ്യാപിക്കുന്നു. എല്ലാവരും കൊള്ളാം. പൊതുജനങ്ങൾക്ക് ഇവരെ ഒന്നും വ്യക്തിപരമായി അറിയാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ണിൽ പൊടിയിടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ആൾക്കാർ കുറ്റപ്പെടുത്തിയും പരിഹസിക്കും കുറ്റം ഒക്കെ പറയുന്നു. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നു, സ്റ്റിൽ നമുക്ക് ഇവരെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് കുറ്റം ഇവർ ചെയ്തത് അല്ല ശരി, അവർ ചെയ്തതാണ് ശരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ട് ഭാഗത്തും അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അതിനകത്തുനിന്ന് ഇത് കിട്ടട്ടെ, അതിനകത്ത് നീതി ആക്കപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പക്ഷേ അതിനിടയിൽ ആരെങ്കിലും തേജോവധം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി അവരെ അങ്ങനെയുള്ള ടീമുകളാണ് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത്. അവർക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടണം. ആരും ഇങ്ങനെയൊന്നും അനുഭവിക്കാൻ വിധിക്കപ്പെടേണ്ട. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇപ്പം ബിജു സോപാനമോ ശ്രീകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അനുഭവിക്കണം, അവരെ ശിക്ഷിക്കണം. അതുപോലെ അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് പരാതിയെങ്കിൽ അത് തെളിയുകയും വേണം. ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. നമുക്ക് ഏകപക്ഷീയമായിട്ട് ഇന്ന ആളാണ് ശരി, ഇന്ന ആളാണ് തെറ്റെന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയും പറയത്തില്ല. തെളിവുകൾ അടക്കം എല്ലാം പുറത്തു വന്ന് ഇതിൻ്റെ സത്യം തെളിയട്ടെ. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്താ അഭിപ്രായം? നിങ്ങൾ ആരെ വിശ്വസിക്കുന്നതല്ല, എന്നാൽ നിങ്ങളുടെ അഭിപ്രായം നടക്കാൻ ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.